ഹലോ ഫ്രണ്ട്സ്, ഹരിയാണേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പക്ഷെ നമ്മുടെ പാലക്കാട് തന്നെ നല്ല ഫുഡുകൾ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് ആസിസ് കിച്ചൺ കേട്ടോ. ബിരിയാണി ഐറ്റംസ് നല്ല അടിപൊളി, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ച് വന്നു. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ആണ് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഐറ്റങ്ങളൊക്കെ അടിപൊളിയാണ്. മട്ടൻ പിള്ളേർ അധികം കഴിക്കില്ല. പിന്നെ ബീഫ് ഐറ്റം എല്ലാം ഉണ്ട്. പിന്നെ ജ്യൂസുകളുണ്ട്, പലതരത്തിലുള്ള ജ്യൂസുകളുണ്ട്, പിന്നെ സ്നാക്സുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഫുഡ് ബ്ലോഗറൊന്നും അല്ല, എല്ലാം വാരി വലിച്ച് ഓർഡർ ചെയ്ത് അതൊന്നും പരിചയപ്പെടുത്തും. നമ്മൾ തിന്നുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സർക്കിളിലുള്ളവർ കാണുമ്പോൾ ഇന്ന സ്ഥലത്ത് നല്ല ഫുഡ് കിട്ടും എന്നുള്ളത് പറയാനാണ്. കാരണം ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് പല സ്ഥലത്തും ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്, വയറ് വരെ ചീത്തയായിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, നല്ല ഹോട്ടലുകൾ പാലക്കാട് ചുരുക്കം നല്ല ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണ് കേട്ടോ. അത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എപ്പോഴും വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ വരുമാനം കൂടി നോക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് പിള്ളേരുമായിട്ട് വെളിയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് മൈൻഡായിരിക്കും. നമുക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലെ ഒരു നല്ലൊരു സ്പോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വൈബ് മനസ്സിലുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു തേങ്ങാ ചട്നി, നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ അരക്കില്ലേ, കഞ്ഞിക്കൊക്കെ അരക്കില്ല, അതേപോലെ തേങ്ങാ ചട്നി തരുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പപ്പടവും കാര്യങ്ങളൊക്കെ അവർ വറുത്ത് തരും. അപ്പോൾ ഓരോ സ്റ്റൈലാണ്. പിന്നെ അച്ചാർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് പാലക്കാട്ടുകാർക്ക് സുപരിചിതമായ എലന്തി വട, പുളിയിഞ്ചി എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ മധുരവും പുളിപ്പും കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ നല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ പോകാൻ പറ്റുമെന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ബ്ലോഗ് തുടങ്ങി. അതോടൊപ്പം തന്നെ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് നമുക്ക് ഓരോ വർക്ക്, ഞാൻ ഇൻറ്റീരിയർ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ഇതുപോലെയുള്ള പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ പോകണമെങ്കിൽ തൃശ്ശൂർ, കോയമ്പത്തൂരാണെങ്കിൽ നല്ല നല്ല ഫുഡുകളൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ കണ്ടിട്ട് അവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും, നമുക്കൊന്നും ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ ആഴ്ചയ്ക്ക് പോയിട്ടൊന്നും കഴിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇടയ്ക്കൊരു വൈബ് കിട്ടാം, ഇതിൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഹോട്ടലിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ഒന്ന് കഴിച്ചിട്ട് വരിക.